കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡോനറ്റ് വളരെ സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഈ ഒരു ഡോനറ്റിൽ മുട്ടയോ അതുപോലെ തന്നെ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കേണ്ട നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ഡോനറ്റാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. 240 ml കപ്പിന് 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 2 നുള്ളു മാത്രം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് പൗഡർ നമ്മുടെ ഫ്ലോറിൻ്റെ എല്ലാ സൈഡിലെത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം. 1/2 കപ്പ് മൈദക്ക് 1/4 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മാവിൻ്റെ പാകം എന്ന് പറയുന്നത് നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ 1/2 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് അളവിൽ പാല് കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൂടി ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുകിൽ പൈപ്പിംഗ് ബാഗ് എടുക്കാം, അതല്ലെങ്കിൽ സാധാരണ ഒരു പ്ലാസ്റ്റിക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി. ഇതിലോട്ടേക്ക് നമ്മുടെ മാവ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കഴിക്കാനാണെങ്കിൽ നമ്മൾ ശരിക്കും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് മുറിച്ച് കളയാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്ലാസ്സിനകത്തോട്ടേക്ക് തന്നെ അങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ഈ റെസിപ്പിക്ക് വേണ്ടി ഉപയോഗിക്കരുത് കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒരു സീസേഴ്സ് വെച്ചിട്ടൊന്ന് ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി കേട്ടോ. ചെറിയ ചെറിയ പീസസായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് വളരെ കുറഞ്ഞ ജസ്റ്റ് ഒരു മിനിറ്റിൽ തന്നെ ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ കളറ് മാറി വരും. അപ്പോൾ തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 സൈഡും കളറ് മാറി ഒരു ഗോൾഡൻ കളറാകുന്ന രീതിയിൽ മാത്രം ചെയ്തെടുത്താൽ മതി. ഒത്തിരി ബ്രൗൺ കളറാകുന്ന രീതിയിൽ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകിൽ ടിഷ്യൂ പേപ്പറിനകത്തോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ ടവലിനകത്തോട്ടേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാ ഉള്ള ചെറിയ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടിക്കോളും. അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് ഇത് കോട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് ഷുഗർ ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ തുടങ്ങി 1.5 ടേബിൾ സ്പൂൺ വരെ പൊടിച്ച പഞ്ചസാര എടുക്കാം. ഇതിലോട്ടേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല. ഒരു 2 ടീസ്പൂൺ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ്. നിങ്ങൾക്ക് പട്ട പൊടിച്ചതിൻ്റെ ടേസ്റ്റ് കൂടി ഇഷ്ടമാണെങ്കിൽ കറുവപ്പട്ട പൊടിച്ചത് ഒരു 2 നുള്ളു കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോനറ്റിൽ നിന്നും പകുതി ഭാഗം മാത്രം എടുത്തിട്ട് ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കിയെടുക്കാം. മധുരം നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എപ്പോഴും ഈ ഒരു ഷുഗർ ഗ്ലേസ്ഡ് ഡോനറ്റ് ആയിരിക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവുക. ഇനി അധികം മധുരം ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഷുഗർ കോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ബാക്കിയുള്ള ഡോനറ്റിനകത്തോട്ടേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര ഇതുപോലെ വെതറി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാവിനകത്ത് തന്നെ ഒരു ഇത്തിരി വാനില എസൻസ് ഒഴിച്ചിട്ട് അല്ലെങ്കിൽ കറുവപ്പട്ട പൊടിച്ചത് ഇട്ടതിന് ശേഷം മാവ് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം പഞ്ചസാര പൊടിച്ചതിനകത്ത് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് റെഡിയാക്കിയെടുക്കാവുന്നതാണ്. രണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ സാധാരണ ഡോനറ്റ് വാങ്ങുമ്പോൾ സ്പ്രിങ്കിൾസും അതുപോലെ തന്നെ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണല്ലേ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതിൻ്റെ മുകൾ ഭാഗത്തുകൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. കുട്ടികൾക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമായിരിക്കും. നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഞാൻ പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റാണ്. അതുപോലെ നമ്മളിത് സാധാരണ ഒരു ഡോനറ്റ് മുറിച്ചെടുക്കുമ്പോൾ ഉള്ളിലുള്ള ആ ഒരു ടെക്സ്ചർ പോലെ തന്നെ നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.